ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളെ കടലമാവും നമ്മളുടെ ഇടിയപ്പത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട്, അതായത് അരിപ്പൊടി, ഏത് അരിപ്പൊടി വേണമെങ്കിൽ എടുക്കാം. അടിപൊളി നല്ല കറുമുറാന്നുള്ള മുറുക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ് നമുക്കത് ചെയ്തെടുക്കാം. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അത് കുഴച്ച് കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. അത് നല്ല രീതിയിൽ നമ്മൾ ചില കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് കടിച്ച് കഴിഞ്ഞാൽ പല്ല് വരെ തെറിച്ചു പോകും. അതുമാതിരി ഒന്നും അല്ല, അത് നല്ല പൊരുപൊരാന്നുള്ള നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ കാൽ ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. കാൽ ഗ്ലാസ് കടലമാവിന് അര ഗ്ലാസ് നമ്മൾ ഇടിയപ്പപ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി, പത്തിരിപ്പൊടി ഏതും എടുക്കാം. ഒരു നുള്ള് എള്ള്, കായപ്പൊടി ഒരു നുള്ള്, മുളക് പൊടി അര സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടി ഈ പൊടികളെല്ലാം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിക്കാം. വളരെ എളുപ്പമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഒരു 2 സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇത് ചേർത്തിരിക്കണം, എന്നാൽ മാത്രമേ അത് അത്ര നല്ല പൊരുപുരാന്നല്ല, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായി പോകും. നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക. സാധാരണ വെള്ളത്തിൽ എന്നിട്ട് നമ്മൾ കുഴക്കണം. ആദ്യം നമ്മൾ ഈ ബട്ടർ കൂടി ചേർത്തിട്ട് ഒന്ന് ഇതാക്കിയ ശേഷം, ബട്ടറാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നെയ്യ്. ഇനി നമ്മൾ കുറച്ച് സാധാരണ വെള്ളം ഒഴിച്ചിട്ട്, റൂം ടെമ്പറേച്ചർ വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവമായിരിക്കണം. ഒരുപാട് ടൈറ്റ് പാടില്ല, ഓവർ ലൂസും ആവരുത്. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ ഈ ചില്ലെടുക്കുക. ഇതിലൊരു ചളിയല്ല, അത് അതിൻ്റെ ഒരു കളർ അങ്ങനെയാണ്. അത് നിങ്ങളത് അഴുക്കാണെന്ന് പറയരുത്. ഇതിൻ്റെ ഇതാണ്. അപ്പം നമ്മൾ ഈ സേവനാടിക്കകത്ത് നമ്മൾ ഇതിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചുറ്റിയെടുക്കുക. അപ്പം ഞാൻ കുറച്ച് ക്ലീൻ റാപ്പ് എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ എടുക്കാൻ കുറച്ച് എളുപ്പമാണ് പ്ലേറ്റിൽ നിന്ന്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിങ്ങനെ ആക്കുമ്പോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, പൊട്ടിപ്പോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് ഒരു കാര്യം ചെയ്യുക, ഡയറക്റ്റ് നീളത്തിലുള്ള ഇതാക്കി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വെറുതെ ചുമ്മാ ഓയിലിൽ അങ്ങനെ ആക്കിയിട്ടാൽ മതി. കുറച്ച് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അത് തനിയെ പൊടിഞ്ഞു വന്നോളൂ. അപ്പം നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇത് ആയിട്ടുണ്ട്. നമുക്ക് ഓയിൽ ചൂടായ ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഈ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറേ ക്വാണ്ടിറ്റി കിട്ടിയിട്ടോ ഈ ഒരു ഇതിന്. നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട്. 4 പേർക്ക് നല്ലോണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ ഈ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാൽ ഗ്ലാസ് കടലമാവിന് അര ഗ്ലാസ് അരിപ്പൊടി, ഏത് അരിപ്പൊടി വേണമെങ്കിൽ എടുക്കാം. പത്തിരിപ്പൊടി, അരിയപ്പപ്പൊടി, പുട്ടുപൊടി ഏതും എടുക്കാം കേട്ടോ. ഇത് ആയിട്ടുണ്ട്. ഇതായി എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് അറിയാം, എണ്ണയുടെ ബബിൾസ് കംപ്ലീറ്റ് നിൽക്കുമ്പോഴാണ് ഇത് ആയി എന്നുള്ളത് അറിയാം. നമ്മൾ ഇടുമ്പോൾ നിറച്ച് ബബിൾസ് വരും. ഇപ്പോൾ കണ്ട ബബിൾസൊക്കെ കുറഞ്ഞു വരുമ്പോൾ ഇത് കുക്കായി എന്നാണ് അർത്ഥം. അടുത്തത് ഞാൻ ഇട്ട് കൊടുത്തു. ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് സ്ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കുക. ഫ്ലെയിം കൂട്ടരുത്. ഇനി വേറെ രീതിയിൽ ഞാൻ ചുമ്മാ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് ചുമ്മാ ഇട്ടാൽ മതി. ഇതാകുമ്പോൾ ഏറ്റവും എളുപ്പമായിട്ട്, ഇതാണ് വളരെ എളുപ്പം. നമ്മളിങ്ങനെ ചുമ്മാ ചെയ്തെടുത്തിട്ട് ഇപ്പം തന്നെ മുറിക്കേണ്ട ആവശ്യമില്ല. അത് തിരിച്ചിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി മുറിഞ്ഞോളും. അത്രയും ഉള്ളിൽ നല്ല പൊരുപുരമെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് ഇളക്കുക. ഒന്ന് ചൂടായ ശേഷം നമ്മൾ ഇളക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഇതാവാൻ ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അത് എത്ര പെട്ടെന്നാവും. നമുക്ക് ചായക്ക് ഏറ്റവും നല്ലൊരു സാധനം അത്. നമുക്ക് ആ ചില്ലുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇത്തിരി കടലമാവ് ഉണ്ടെങ്കിലും അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇതും കൂടി കോരി എടുത്തിട്ടുണ്ട്. നമ്മുടെ മുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രമാത്രം ഇതുണ്ട് നോക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, കണ്ടോ? ഇത് കടിച്ച് കാണിച്ചു തരാം. നല്ല പൊരു എന്നുള്ള ടൈപ്പാണ്. ചില മുറുക്കൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും. ഇതങ്ങനെയല്ല, നല്ല ഒരു ഇതാ. അപ്പോൾ നമ്മൾ കുറച്ച് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഉള്ളിൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടരും ഇന്നലെ ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്താൽ വീണ്ടും ഉണ്ടാക്കുന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുന്നതാണ്. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നമുക്കൊരു ചിലവില്ല. കുറച്ച് കടലമാവും അരിപ്പൊടി ഉണ്ടെങ്കിൽ സംഭവം അടിപൊളി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് വരുന്ന ബെൽ പ്രസ് ചെയ്ത്, അതുപോലെ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.